Okay, so dear all, now we will go to the next problem. Two blocks A and B of weight 1 kilonewton and 2 kilonewton respectively are in equilibrium position as shown in figure. If the coefficient of friction between the two blocks as well as the block B and the floor is zero point 0.3, find the force P required to move the block. അപ്പോൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കാം. രണ്ട് ബ്ലോക്ക് ആണുള്ളത് എ ആൻഡ് ബി. രണ്ടിൻ്റെയും വെയിറ്റ് തന്നിട്ടുണ്ട്. എയുടെ വെയിറ്റ് 1 കിലോ ന്യൂട്ടൺ, ബിയുടെ വെയിറ്റ് 2 കിലോ ന്യൂട്ടൺ. ദേ ആർ ഇൻ ഇക്വിലിബ്രിയം പൊസിഷൻ ആസ് ഷോൺ ഇൻ ഫിഗർ. സോ ഇങ്ങനൊരു പൊസിഷനിൽ അത് അവിടെ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുകയാണ്. If the coefficient of friction between the two blocks as well as between the block and the floor, അതായത് ഈ എയുടെയും ബിയുടെയും ഇടയ്ക്കുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനും ഈ ബിയുടെയും ഫ്ലോറിൻ്റെയും ഇടയ്ക്കുള്ള കോഎഫിഷ്യൻ്റ് ഫ്രിക്ഷനും വാല്യൂ സെയിം ആണ്, വാല്യൂ 0.3 ആണ് എങ്കിൽ ഫൈൻഡ് ദ ഫോഴ്സ് പി റിക്വയർഡ് ടു മൂവ് ദ ബ്ലോക്ക്. ഇവിടുന്ന് പി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്ത് ഇത് മൂവ് ചെയ്യണമെങ്കിൽ എന്തുമാത്രം ഫോഴ്സ് അപ്ലൈ ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗറിൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എ എന്ന് പറയുന്ന ബോഡി ഇവിടെ നമ്മൾ ഒരു സർഫസിലേക്ക് അതിനെ അവിടെ ടൈ ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, അപ്പോൾ ഈ സർഫസിൽ നിന്ന് അതിന് അങ്ങോട്ടൊരു വലിവ് കിട്ടുന്നുണ്ട് അല്ലേ, അതിനെ അവിടെ വലിച്ചു നിർത്തിയേക്കുവാണ്. ആ വലിവിനെയും കൂടെ ഓവർകം ചെയ്ത് നമ്മൾ ഈ പി കൊടുത്താൽ മാത്രമേ ഇവിടെ മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രിങ് ഉണ്ട്. ആ സ്ട്രിങ് 30 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ്. ആ സ്ട്രിങ് അതിനെ അങ്ങോട്ട് വലിച്ച് കെട്ടി നിർത്തിയേക്കുവാണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ബ്ലോക്കായിട്ടെടുത്ത് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് വി വിൽ ടേക്ക് ദ ബ്ലോക്ക് എ. അതായത് ഈ മുകളിൽ ഇരിക്കുന്ന ബ്ലോക്കിനെയാണ് ആദ്യം നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ ഫ്രീ ബോഡി ഡയഗ്രാം വെച്ച് അനലൈസ് ചെയ്ത പോലെയൊക്കെ തന്നെയാണ് ഇവിടെ നമ്മൾ ഓരോ ബോഡി ആയിട്ട് എടുത്ത് അനലൈസ് ചെയ്യുന്നു. ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് ഹിയർ യു ഹാവ് ടു കൺസിഡർ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൾസോ. സോ ടേക്ക് ദ ഫസ്റ്റ് ബോഡി ബ്ലോക്ക് എ. എന്തൊക്കെ ഫോഴ്സസ് ആണ് അവിടെ വരുന്നത്? ഇവിടെ ഈ സ്ട്രിങ് അങ്ങോട്ട് വലിച്ചു നിർത്തുവാണ് ഈ ബ്ലോക്കിനെ അല്ലേ, അവിടെ ഫിക്സ് ചെയ്തേക്കുവാണ്. അതിൻ്റെ അർത്ഥം അങ്ങോട്ടാണ് അതിന് പുള്ള് കിട്ടുന്നത്. സോ അതിൻ്റെ അകത്ത് വരുന്ന ടെൻഷൻ അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഫോഴ്സ് എത്രയാണ്, ഞാൻ അതിനെ ടി എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ടി ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ 30. വേറെ എന്താണ്, ഇത് അങ്ങോട്ട് വലിക്കുമ്പോൾ ഇതിൻ്റെ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ടുവേർഡ്സ് റൈറ്റ് ആണ്. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ബി ഡെവലപ്ഡ് ഇൻ ടുവേർഡ്സ് ലെഫ്റ്റ്. സോ F1 ടുവേർഡ്സ് ലെഫ്റ്റ്. പിന്നെന്താ ഉള്ളത്, വെയിറ്റ് ഓഫ് ദ ബ്ലോക്ക് ആക്ടിങ് ഡൗൺവേർഡ്സ് WA ആൻഡ് ദ റിയാക്ഷൻ ഫ്രം ദ ലോവർ ബ്ലോക്ക് വിച്ച് ഇസ് R1. നമ്മൾ ഫസ്റ്റ് കേസ് എടുക്കുന്നതുകൊണ്ടാണ് R1 എന്ന് സഫിക്സ് കൊടുത്തത്. ഇത്രയും ഫോഴ്സസ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. നൗ റിസോൾവ് ദ ഫോഴ്സസ് ഹൊറിസോണ്ടലി. ഹൊറിസോണ്ടലി എന്തൊക്കെയുണ്ട്? F1 ഉണ്ട്, ടിയുടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഉണ്ട്. സോ മൈനസ് F1 പ്ലസ് ടി കോസ് 30 is equal to 0. F1 is equal to ടി കോസ് 30. ഇനി നമുക്കറിയാം F1 is equal to mu R1 ആണെന്നറിയാം. സോ ടിക്ക് F1ന് പകരം mu R1 കൊടുക്കുന്നു. ദാറ്റ് ഇസ് ടി കോസ് 30 is equal to mu R1, equation number 1. Now resolving the forces vertically. വെർട്ടിക്കലി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഫിഗർ നോക്കിക്കേ. R1 ഉണ്ട്, WA ഉണ്ട്, ടിയുടെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ട്. സോ R1 മുകളിലേക്ക് പ്ലസ് ആണ്, WA താഴേക്ക് മൈനസ് ആണ്, ടിയുടെ വെർട്ടിക്കൽ കമ്പോണൻ്റ് അപ്വേർഡ്സ് ആണ്, പ്ലസ് ആണ്. നോക്കിക്കേ, R1 minus WA plus T sin 30 is equal to 0, or R1 is equal to WA minus T sin 30, or T sin 30 is equal to WA minus R1. WA നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 കിലോ ന്യൂട്ടൺ ആണെന്ന്. സോ ടി സൈൻ 30 is equal to 1 minus R1, equation 2. അപ്പോൾ നമുക്ക് ഒരേ ഫോമാറ്റിലുള്ള രണ്ട് ഇക്വേഷൻ കിട്ടി. ടി കോസ് 30 is equal to 0.3 R1 ആൻഡ് ടി സൈൻ 30 is equal to 1 minus R1. രണ്ട് ഇക്വേഷനും രണ്ട് അൺനോൺ, ടിയും R1ഉം രണ്ട് അൺനോൺ ആണുള്ളത്. സോ ഇത് രണ്ടും കൂടെ നമുക്ക് സോൾവ് ചെയ്യാം. 1 ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സോൾവ് ചെയ്യാം. So t cos 30 by t sin 30 is equal to 0.3 R1 by 1 minus R1. t cancel ആയി പോകും. സോ ക്രോസ് മൾട്ടിപ്ലൈയിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ tan 30 അല്ലെങ്കിൽ cot 30 എന്നിട്ട് വേണമെങ്കിലും ചെയ്യാം. cos 30 into 1 minus R1 is equal to sin 30 into 0.3 R1. ഇനി നമുക്ക് sin 30യുടെയും cos 30യുടെയൊക്കെ വാല്യൂ കൊടുത്തിട്ട് ഒന്ന് സോൾവ് ചെയ്തെടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് R1 ആസ് 0.85 കിലോ ന്യൂട്ടൺ എന്ന് നമുക്ക് കിട്ടും. അതിനെ കൊണ്ടുവന്ന് നമ്മൾ ഇക്വേഷൻസ് നമ്പർ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടിയുടെ വാല്യൂ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0.3 ന്യൂട്ടൺ. അപ്പോൾ R1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് F1 കണ്ടുപിടിക്കാം. കാരണം നമുക്ക്
മ്യൂ ഇസ് ഈക്വൽ ടു F1/R1 ആണെന്ന് അറിയാം. മ്യൂ വാല്യൂ തന്നിട്ടുണ്ട് 0.3 ആണെന്ന്. സോ F1 ഇസ് ഈക്വൽ ടു മ്യൂ R1, ദാറ്റ് ഇസ് 0.3 ഇൻറ്റു 0.85, 0.255 കിലോ ന്യൂട്ടൺ. F1ൻ്റെ വാല്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടി. ഇനി ഇവിടെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബ്ലോക്ക് ബി അനലൈസ് ചെയ്യുന്ന സമയത്താണ്. ബ്ലോക്ക് ബി അനലൈസ് ചെയ്യുമ്പോൾ നോക്കിക്കേ ഇവിടെ എന്തൊക്കെ ഫോഴ്സസ് ആണ് വരുന്നതെന്ന്. ബ്ലോക്ക് ബിയിൽ നമ്മൾ ഇങ്ങോട്ടൊരു പുള്ളാണ്, ഇവിടെ നിന്നാണ് നമ്മൾ വലിക്കുന്നത് ഈ ബോഡിയെ. ഓക്കെ, സോ മൂവ്മെൻറ്റ് ഈസ് ടുവേർഡ്സ് ദിസ് സൈഡ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ടുവേർഡ്സ് റൈറ്റ് സൈഡ് ആയിരിക്കും. ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് രണ്ടിടത്ത് ഡെവലപ്പ് ആവുന്നുണ്ട് അല്ലേ, കാരണം ഈ ബ്ലോക്കിൻ്റെ മേളിൽ വേറൊരു ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഇതിനെ വലിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിലും ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ വാല്യൂ തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. പക്ഷേ ഇവിടെ സൈൻ അല്ലെങ്കിൽ ഡയറക്ഷൻ മാറുന്നു. ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഫിഗർ നോക്കിക്കേ, ഡയറക്ഷൻ ടുവേർഡ്സ് റൈറ്റ് ആണ്. കാരണം എന്താണ്? നമ്മൾ ഇവിടുന്ന് ഈ ഡയറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, മൂവ്മെൻറ്റും ലെഫ്റ്റിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതെല്ലാം റൈറ്റിലേക്കായിരിക്കും. ഇവിടെ രണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. എയുടെയും ബിയുടെയും ഇടയ്ക്ക് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ആവുന്നുണ്ട്. അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് നമ്മൾ പ്രീവിയസ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഡയറക്ഷൻ മാറുന്നു, ടുവേർഡ്സ് റൈറ്റ് ആണ്. അതുപോലെ സെക്കൻഡ് ബോഡി അല്ലെങ്കിൽ ബി ബ്ലോക്കിൻ്റെയും ഫ്ലോറിൻ്റെയും ഇടയ്ക്ക് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് ടുവേർഡ്സ് റൈറ്റ് ആണ്. അതിന് നമുക്ക് F2 എന്ന് വിളിക്കാം. ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് അനലൈസ് ചെയ്ത സമയത്ത് R1 എന്ന റിയാക്ഷൻ കണ്ടുപിടിച്ചായിരുന്നു. അതായത് ബ്ലോക്ക് ബി ബ്ലോക്ക് എയിലേക്ക് കൊടുക്കുന്ന റിയാക്ഷൻ ഉണ്ട്, അവിടെ ഒരു ഫോഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ തിരിച്ച് ഇങ്ങോട്ട് വരും നമ്മൾ ബ്ലോക്ക് ബി അനലൈസ് ചെയ്യുന്ന സമയത്ത്. അതായത് ഇവിടെ R1 എന്ന് പറഞ്ഞ് നമ്മൾ ഫിഗർ നോക്കിക്കേ, ആദ്യത്തെ ഫിഗർ ഇവിടെ താഴത്തെ ബ്ലോക്കിൽ നിന്ന് മുകളിലേക്ക് കൊടുത്ത ഒരു റിയാക്ഷൻ ഉണ്ട് R1. പക്ഷെ നമ്മൾ സെക്കൻഡ് ബ്ലോക്ക് അനലൈസ് ചെയ്യുമ്പോൾ ആ R1 തന്നെ നേരെ താഴേക്കും കൂടെ ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് മാർക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ വരുന്ന ഫോഴ്സസ് എന്തൊക്കെയാണ്? പി എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന പുള്ളുണ്ട്, F1 F2 രണ്ട് സർഫസിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, വെയിറ്റ് ഓഫ് ദ ബ്ലോക്ക് ആക്ടിങ് ഡൗൺവേർഡ്സ് WB ഉണ്ട്, റിയാക്ഷൻ ഫ്രം ദ അപ്പർ ബ്ലോക്ക് R1 ടുവേർഡ്സ് ഡൗൺ ഉണ്ട്, റിയാക്ഷൻ ഫ്രം ദ ഹൊറിസോണ്ടൽ സർഫസ് ഓൺ ദ ബ്ലോക്ക് R2 ടുവേർഡ്സ് അപ്സൈഡ് അപ്വേർഡ് ഡയറക്ഷനിലുണ്ട്. ഇത്രയും ഫോഴ്സസ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് മാർക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ R1 ടുവേർഡ്സ് ഡൗൺവേർഡ്സ് അത് ആക്ട് ചെയ്യുന്നുണ്ട്, അതും മാർക്ക് ചെയ്യാൻ മറക്കരുത്. Now resolving the forces horizontally. Horizontally ആകെ മൂന്ന് ഫോഴ്സേ ഉള്ളൂ, F1 F2 Pയും. F1 F2 റൈറ്റിലേക്കാണ്. സോ F1 പ്ലസ് F2 മൈനസ് P is equal to 0 എന്നാണ്. ദാറ്റ് ഈസ് F1 പ്ലസ് F2 is equal to P. Let it be equation number 3. Now resolving the forces vertically. Vertically ഏതൊക്കെ ഫോഴ്സസ് ഉണ്ട്? R1 ഉണ്ട്, R2 ഉണ്ട്, WB ഉണ്ട്. ഇവിടെ ഇൻക്ലൈൻ ഫോഴ്സസ് ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ കമ്പോണൻസ് ഒന്നും എടുക്കണ്ട. R1 WBയും ഡൗൺവേർഡ്സും R2 അപ്വേർഡ്സും ആണ്. Therefore R2 minus R1 minus WB is equal to 0 or R2 is equal to R1 plus WB. R1 വാല്യൂ നമ്മൾ ഫസ്റ്റ് ബോഡി അനലൈസ് ചെയ്തപ്പോൾ കിട്ടിയായിരുന്നു 0.85 പ്ലസ് WBയുടെ വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 2 കിലോ ന്യൂട്ടൺ. സോ R2ൻ്റെ വാല്യൂ നമുക്ക് കിട്ടും 2.85 കിലോ ന്യൂട്ടൺ. അപ്പോൾ R2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? F2 കണ്ടുപിടിക്കാം. ബിക്കോസ് F2/R2 is equal to 0.3. അപ്പോൾ ഇവിടെ 0.3 രണ്ട് കേസിലും 0.3 തന്നെ എടുത്തത് കണ്ടോ, ക്വസ്റ്റിനെ പറഞ്ഞിട്ടുണ്ട്. ബിറ്റ്വീൻ ദ ബ്ലോക്കും ബിറ്റ്വീൻ ദ ബ്ലോക്ക് ആൻഡ് ദ ഫ്ലോറും രണ്ടും ഒരേ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ F2 is equal to 0.3 into R2 is 2.85. സോ F2 is equal to 0.855 കിലോ ന്യൂട്ടൺ. F1ൻ്റെ വാല്യൂ നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് അനലൈസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് F2ഉം കിട്ടി. നമുക്കറിയാം P is equal to F1 plus F2 from equation number 3. So P is equal to F1 plus F2. F1 is 0.255 and F2 is 0.855. So you will get the value of P as 1.11 kilonewton. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ ഫോഴ്സ് P റിക്വയർഡ് ടു മൂവ് ദ ബ്ലോക്ക്. ഈ ബ്ലോക്കിനെ മൂവ് ചെയ്യാൻ ആവശ്യമുള്ള P എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 1.11 കിലോ ന്യൂട്ടൺ. താങ്ക് യു.